നമ്മുടെ പ്രധാനമന്ത്രി ഗോൾഡ് വാങ്ങുന്ന ആ നമ്പേഴ്സ് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കണമെന്നോ ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 800 ടണ്ണോളം സ്വർണം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ എത്രയോ ഇരട്ടി സ്വർണം നമ്മുടെ വീടുകളിൽ സ്വർണം ഇരിക്കണമെന്ന് അറിയും. ഇനി എത്ര വില കൂടിയാലും നമുക്ക് സ്വർണത്തെ അവോയ്ഡ് ചെയ്ത് ഒരു ചടങ്ങ് നടത്താൻ പറ്റില്ല. ഒരു ഐഫോൺ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മേടിക്കുകയാണെങ്കിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ അത് 2 കൊല്ലം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അത് മാക്സിമം 30,000-20,000 കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ഇന്ന് 1 ലക്ഷം ഗോൾഡ് മേടിക്കുകയാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ വാല്യൂ നോക്കി വെക്കുക. പറഞ്ഞാൽ ഗ്രാമിന് 500 ഇന്ന് 14,000. എത്ര ടൈംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. മനുഷ്യനെ, സമൂഹത്തെ, ഭരണകൂടത്തെ, യുദ്ധങ്ങളെ, അങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തലം വളരെ വിനു ജോ sir, welcome to ABC Talks. This video is powered by ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. വിനു സാറിനെ നമ്മൾ സ്വാഗതം ചെയ്തിട്ട് എന്താണ് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലറി സ്വാഗതം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് ചെമ്മന്നൂരാണ്. ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാമായ സാരഥിയാണ്. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് വന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത ഒരു വർഷത്തേക്ക് ഗോൾഡ് വാങ്ങുന്ന അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങുന്ന ആ നമ്പേഴ്സ് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കണമെന്നോ ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായി. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ജുവലറി മേഖലയിൽ ഉള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ അതിലുള്ള അഭിപ്രായം എന്നറിയാനാണ് ABC ഈ ടോക്കിൽ ഇന്ന് തന്നെ സാറിനെ വിളിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് അതിൻ്റെ അവസ്ഥ? എന്തിനു വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ആള് സംസാരിക്കാൻ കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോറിൻ കറൻസി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടിംഗ് ഡ്യൂട്ടിയിലാണ് വരുന്നത്. അതൊന്ന് നമ്മൾ ഗോൾഡ് ആണ്, ദെൻ ക്രൂഡ് ഓയിൽ ആണ്. ഒബ്വിയസ്ലി ക്രൂഡ് ആണ് ഫസ്റ്റ്, ദെൻ സെക്കൻഡ് വൺ ഇസ് ഗോൾഡ്. നമ്മുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 800 ടണ്ണോളം സ്വർണം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് പുള്ളി മെഷർ എടുക്കാൻ പറഞ്ഞത്. ഒരു വർഷമല്ലേ 800 ടൺ? ഒരു വർഷം 800 ടൺ. ബട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ജുവലറി അസോസിയേഷൻ ഞങ്ങൾ ശരിക്കും ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഇന്ത്യൻ റിസർവ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി സ്വർണ്ണം നമ്മുടെ വീടുകളിൽ സ്വർണ്ണം ഇരിക്കണമെന്ന് അറിയും. ശരിക്കും അതൊന്നും മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്വർണ്ണം ഇറക്കുമതി ചെയ്യാണ്ട് തന്നെ നമ്മുടെ സ്വർണ്ണം തന്നെ ഡെപ്പോ സ്കീമിലോ ബാങ്ക് ഡെപ്പോ സ്കീമിലോ അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്ന രീതി ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഈ 800 ടണ്ണ് കൂടാതെ ഇന്ത്യയിൽ ഉൽപാദനം ഉണ്ടല്ലോ സ്വർണ്ണം. ഞാൻ അതല്ല പറഞ്ഞത്, നമ്മുടെ വീടുകളിലിരിക്കുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണം നമ്മുടെ നമ്മുടെ വീട്ടമ്മമാരുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണം. കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക തമാശ കേട്ടത്, യൂറോപ്യൻ യൂണിയനിലും ഈവൻ യുഎസിലും സമാഹരിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തെക്കാൾ കൂടുതൽ മുത്തൂറ്റിലുണ്ടെന്ന് അല്ല, അത് ഞാൻ അതിലേക്ക് പറഞ്ഞു വന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാ വീടുകളും മിനിമം എല്ലാ വീടുകളാണെങ്കിൽ ഒരു പവൻ 5 പവൻ തൊട്ട് എടുക്കാൻ അങ്ങനെ വലിയ സ്വർണ്ണ നിക്ഷേപം നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. ശരിക്കും അതിനെ ഒരു സ്കീം കൊണ്ടുവരുന്ന ഗവൺമെന്റ് കുറച്ചാൾ മുമ്പ് സ്വർണ്ണം ബാങ്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് നിശ്ചിത എമൗണ്ട് പലിശ കൊടുക്കുന്നതും അങ്ങനെ റിഫൈൻ ചെയ്തെടുക്കാൻ ചെയ്തായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് പൂർണ്ണമല്ല, ഒട്ടും ആയിട്ടില്ല, ഒരു 5% ആയിട്ടുണ്ടാവുള്ളൂ. ശരിക്കും അതിലേക്ക് അവർ ഗവൺമെന്റ് ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ നമ്മളിപ്പോൾ പ്രധാനമന്ത്രി ഇത് പറഞ്ഞു, സ്വർണത്തിന്റെ ഒരു മാർക്കറ്റ് പറയുന്നു, നമ്മളിതിന്റെ പ്രായോഗിക തലം പറയുന്നു. പക്ഷെ ഈ പ്രായോഗിക തലത്തിന്റെ ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ സ്വർണവുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലായാലും ശരി തന്നെ, ഇനി എത്ര വില കൂടിയാലും നമുക്ക് സ്വർണത്തെ അവോയ്ഡ് ചെയ്ത് ഒരു ചടങ്ങ് നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ വീട്ടിൽ പെണ്ണുങ്ങളെടുത്ത് ഇക്കാര്യം പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കാം മനുഷ്യൻ ഈ സ്വർണത്തോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? അല്ല, ഒന്ന് നമുക്ക് സ്വർണം നമുക്കറിയാം, എല്ലാ പെൺകുട്ടികൾ ഇപ്പൊ ആണുങ്ങളായപ്പോലും പണ്ട് ഇടാത്ത ഇന്നിപ്പോ കൈച്ചെയിൻ ഇടുന്നുണ്ട്, മോതിരം ഇടുന്നുണ്ട്, പല ടൈപ്പ് ചെയിൻസ് ഇടുന്നുണ്ട്. എന്തിനാ ഇപ്പൊ കാതുകുത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആണുങ്ങളും എല്ലാവരും അത്യാവശ്യം സ്റ്റഡ് അടിക്കുന്നുണ്ട്. അതും ഞങ്ങൾക്ക് ബാംഗ്ലൂർ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. സോളിറ്ററിന് ഡയമണ്ട്സ് ആണുങ്ങൾ അടിക്കുക എല്ലാവരും ചെയ്യുന്നുണ്ട്. അതൊരു ഫാഷനായിട്ട് വരുന്ന ഒരു കേസാണ്. സെക്കൻഡറി നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വഴി നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ എന്ത് സാധനം മേടിച്ചാലും കൂടി ഡിപ്രിസിയേഷൻ ആണ്. ഒരു ഐഫോൺ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മേടിക്കുകയാണെങ്കിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ അത് 2 കൊല്ലം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അത് മാക്സിമം 30,000-20,000 കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ഇന്ന് 1 ലക്ഷം ഗോൾഡ് മേടിക്കുകയാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ വാല്യൂ നോക്കി വെക്കുക. ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞ ഇപ്പൊ എന്റെ ലാസ്റ്റ് സ്റ്റോർ തുടങ്ങിയത് MG റോഡാണ്. അന്ന് 2 കൊല്ലം 3 കൊല്ലം ആയിട്ടുണ്ടോ, അന്ന് നമുക്ക് ഗ്രാമിന് വെറും 5,500 ഉള്ളൂ. 3 കൊല്ലം വെറും 5,500 രൂപ. ഇന്ന് അതിന്റെ വാല്യുവേഷൻ 14,000 മേളിൽ ഗ്രാമിനായിട്ടോ 3 ടൈംസ്. എവിടെ കിട്ടും ഇത്ര റിട്ടേൺ? എത്ര വർഷമായി ഈ ഗോൾഡ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഞാൻ 26 വർഷമായി. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഫാമിലി ബിസിനസ് കയറിയാണ്. 26 വർഷം കൊണ്ടുള്ള ഗ്രോത്ത്. ഞാൻ അന്ന് കയറുന്ന മുമ്പ് ഗ്രാമിന് 450 രൂപ ഗ്രാമിനുള്ളൂ. അല്ല, ഫസ്റ്റ് എവിടെയായിരുന്നു? ഷോപ്പ് തുടങ്ങിയത് ഞങ്ങൾ പയ്യന്നൂരാണ്. ദെൻ സെക്കൻഡ് വൺ കരുനാപ്പള്ളി. ഫാമിലി ബിസിനസ് ആണ്. പെരേപ്പാടം എന്ന് പറയാം, പെരേപ്പാടം സ്കൂൾ പാർക്ക്, ദെൻ കരുനാപ്പള്ളി, ദെൻ നെടുമങ്ങാട്, പിന്നെ നെയ്യാറ്റിങ്കര. അന്നത്തെ ഗോൾഡ് റേറ്റ് ഇന്നത്തെ ഗോൾഡ് റേറ്റുമായിട്ട് അതേപോലെ ഗ്രാമിന് 500 ഇന്ന് 14,000. എത്ര ടൈംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. ഈ വിനു സാർ ഇങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം ഒരു ജുവലറി നടത്തുന്ന ആളാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മാനുഫാക്ചറിങ് ചെയ്യുന്ന വലിയൊരു ശൃംഖല തന്നെ. ഇന്നലെ അങ്ങേ പറ്റി സതീഷ് പറയുമ്പോൾ
ഞാൻ ഈ ഗോൾഡിൻ്റെ ഉപയോഗത്തെ പറ്റിയുള്ള ഒരു തലം ഇൻ്റർനെറ്റിൽ ചെക്ക് ചെയ്യായിരുന്നു. അതായത് 45% സ്വർണവും ഉപയോഗിക്കുന്നത് ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 20% ഈ ബാക്കിയുള്ള ഇതിന് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്ക് കാര്യം നമ്മുടെ മൊബൈലിലൊക്കെ ബാക്കി റിസർവ് ആണ്. ബാക്കി റിസർവ് അത് അപ്പോൾ ഈ 45% എന്ന് പറയുമ്പോൾ മനുഷ്യൻ ശരീരത്തിലിടാൻ വേണ്ടി ഇത്രയും സ്വർണം ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്താ അതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു നിരീക്ഷണം? അല്ല, ഞാൻ പറഞ്ഞു അത് എല്ലാവർക്കും ഒരു പാഷനകത്ത് ഉണ്ട്. എന്തായാലും നമുക്കൊരു കല്യാണം വന്ന പണ്ട് നമ്മൾ 25 പവൻ 30 പവൻ 40 എടുത്ത് കൊടുത്ത് ഇപ്പൊ അത് 8 പവൻ 10 പവൻ 15 രീതിയിൽ അങ്ങനെ എടുക്കുന്ന ഒരു ട്രെൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു, ഞാൻ പറഞ്ഞു 2 കൊല്ലം മുമ്പ് നമുക്കൊരു ഈ പറഞ്ഞ ഒരു 50 പവൻ എടുക്കണമെങ്കിൽ ഒരു മാക്സിമം എത്ര പറയാ 5000 ഈ പറഞ്ഞ 400 രൂപ. അപ്പൊ 20 ലക്ഷം തന്നെ ഉള്ളൂ. 20 പോട്ടെ, കൂലി അടക്കം 22 ലക്ഷം വരും. ഇന്ന് എടുക്കണമെങ്കിൽ ഒരു രീതി നിർത്തി വെക്കുക നിങ്ങൾ. അല്ലാതൊരു ഈ വില കൂടിയതിനനുസരിച്ച് പർച്ചേസ് സാറ് ഇപ്പൊ 10 ലക്ഷം സ്വർണ്ണം എടുക്കാൻ തീരുമാനിച്ചു. 2 കൊല്ലം എടുക്കുമ്പോൾ 10 ലക്ഷം സ്വർണ്ണം കിട്ടുന്ന എത്ര വെയിറ്റ് ഉണ്ട്? ഇന്നും 10 ലക്ഷം എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ പവൻ നോക്കുമ്പോൾ അന്ന് 10 ലക്ഷം കിട്ടുന്ന സ്വർണ്ണം വ്യത്യാസം കച്ചവടത്തിൽ കച്ചവടത്തിലുണ്ട്. വെയിറ്റിൽ എന്തായാലും കുറവുണ്ട്. വാല്യൂ വൈസ് ആണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ല, ഇതൊരു സ്ത്രീധനത്തിന്റെ ഒരു സ്ത്രീകളൊന്നും അളവുകോലായിട്ട് ഒരിക്കലും അളവുകളൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരാളും ഡിമാൻഡ് വെക്കണ ഞാൻ നമ്മളും കാണുന്നുള്ളൂ. ഒരു വീട്ടുകാരും അപ്പുറം ഡിമാൻഡ് വെക്കുന്നില്ല, ഒരു വീട്ടിൽ ഇപ്പുറം ഡിമാൻഡ് പറയണില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ക്രേസ് ഉണ്ട്, നല്ലൊരു നെക്ലസ് ഇട്ട് ഫോട്ടോ എടുക്കണം, അല്ല 2 നല്ല വളയിടണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ആണുങ്ങൾക്കായാൽ പോലും നല്ലൊരു ചെയിൻ ഇടണം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ഓർണമെന്റ്സ് ഇപ്പൊ പിന്നെ ലൈറ്റ് വെയിറ്റ് എടുക്കുന്ന ട്രെൻഡ് ഉണ്ട്. അങ്ങനെ ട്രെൻഡ് മാറി വരുന്നുണ്ട്. ഇപ്പൊ എന്റെ മക്കളായാലും ചെയിനൊക്കെ ഇടാൻ ഭയങ്കര താല്പര്യമാണ്. ഈ പിന്നെ സ്വർണത്തിന്റെ വില കൂടിയതോടുകൂടി ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് അതിലേക്കാണ് ഇപ്പൊ പണ്ട് നമുക്ക് ഒരു മാല എടുക്കുകയാണെങ്കിൽ നെക്ലസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 10 പവന് കക്കർ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ടത് മാക്സിമം ലോങ് നെക്ലസ് പോലാണെങ്കിൽ പോലും ഒരു 5 പവൻ 4 പവൻ നിൽക്കണം. അല്ലെങ്കിൽ ചെയിനൊക്കെ ആണെങ്കിൽ ഒരു 1.5 പവൻ 1 പവൻ ആ രീതിയിലേക്കായി. പഴയ പോലത്തെ വലിയ ചെയിനൊന്നും നമ്മുടെ കേരള മാർക്കറ്റിൽ ഇടുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇപ്പൊ തമിഴ്നാടും കർണാടകയും പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ഇതുപോലെ വലിയ വലിയ എടുക്കുന്ന ഇപ്പോഴും ആളുകളുണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്. കേരളത്തിൽ ഇപ്പൊ ശരിക്കും ട്രെൻഡ് ഭയങ്കരമായിട്ട് ചേഞ്ചിങ് വരുന്നുണ്ട്. കാര്യം നമ്മൾ പറയും ബാംഗ്ലൂരും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയെങ്കിലും അവിടെ പ്രായമുള്ള ആൾക്കാർ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ ചെറുപ്പക്കാർ മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചെറുപ്പക്കാരും പ്രായമുള്ള ആൾക്കാർ ഒരേപോലെ മാറിപ്പോണത്. മാല ഇടുന്നുണ്ട്. മാല മീൻസ് വലിയ മാല ഇടുന്നില്ല ഇവിടെ. അങ്ങനെ ചെറിയ മാലകളൊക്കെയാണ് വലിയ പ്രായമുള്ള ആൾക്കാർ ഇടുന്നത്. പക്ഷെ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക പോകണമെങ്കിൽ നിങ്ങൾ പ്രായമുള്ള ആൾക്കാരും വലിയ മാല ഇട്ട് പുറത്തിറങ്ങി കാണാൻ പറ്റും. കേരളത്തിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ ബേസിക്കലി സ്വർണം പണ്ട് കാലത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പം വീട്ടിലെ ഇപ്പം അമ്മയ്ക്ക് അല്ലെ ഭാര്യയ്ക്ക് ഒരു മാല വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊരു ഗിഫ്റ്റും ആവും, അതൊരു സേവിങ്സും ആവും. ഒരു ആവശ്യം വന്ന നേരത്ത് പണയം വെക്കാമല്ലോ എന്നുള്ളൊരു സാധനമുണ്ട്. ശരിക്കും മനുഷ്യൻ്റെ ഉള്ളിൽ ഇതൊരു ആഡംബര വസ്തുവാണോ, ഇതൊരു സമ്പാദ്യത്തിന്റെ ഭാവമാണോ? എന്താണ് ഈ സ്വർണത്തിന്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐഫോൺ പറഞ്ഞ നിങ്ങൾ പണ്ടൊരു കാറ് മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഇന്നോവ എടുക്കാന്ന് വെക്കാം. ഒരു 5 കൊല്ലം മുമ്പ് എടുത്ത ഇന്നോവ മാക്സിമം ഒരു 15 ലക്ഷം ഒക്കെ എടുത്ത് വരുന്നു. അന്ന് നമ്മൾ ആ 15 ലക്ഷം സ്വർണം മേടിച്ചെങ്കിൽ എത്ര ഗ്രാം സ്വർണം കിട്ടും? ഇന്നത് വിറ്റാ ഇപ്പൊ എല്ലാരും പറയും അന്നത്തെ നമ്മളൊരു കാറിന്റെ പൈസക്ക് ഇന്ന് മേടിക്കുകയാണെങ്കിൽ ഇന്ന് വേണമെങ്കിൽ അന്ന് ഇന്നോവ മേടിച്ച ആൾക്ക് ഇന്ന് വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയാ റേഞ്ച് റോവർ ഓടിക്കാം. 1 കോടിയുടെ വാല്യൂ ആയിട്ടുണ്ടാവും അതിന്റെ ആ ഗ്രോത്ത് നോക്കിയായിരുന്നു. അപ്പം നമുക്ക് ഈ ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണല്ലോ, ഇവിടെ എങ്ങനെയാണ് ഈ ഡോളറിന്റെ ടേംസ് വരിക? നമുക്ക് സ്വർണം വാങ്ങിക്കണമെങ്കിൽ ഡോളർ ആവശ്യമുണ്ടോ? ഇപ്പം നമ്മളിപ്പം ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണമെങ്കിലും ഗോൾഡ് എന്ത് ഇറക്കുമതി ചെയ്യണം നമുക്ക് ഡോളർ ആണല്ലോ നമ്മൾ കറൻസി സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നത്. അതിനകത്തൊരു കണക്ഷൻ പിടിക്കാനാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോളറിന് പിടുത്തം വിട്ട് നമ്മൾ 8000 അല്ലെങ്കിൽ ഇത്ര കിലോ അത്രയും പൈസ അവിടെ പോകുന്നത്. അതുകൊണ്ടാണ് PM ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കുന്നത്. ഡോളറിലെ കൺവേർട്ട് ചെയ്യണോണ്ടാണോ? നമ്മൾ ഫോറിൻ കറൻസി റിസർവ് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് അതും കുറയ്ക്കാൻ പറഞ്ഞത്. പിന്നെ വീണ്ടും ക്രൂഡ് ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മുടെ എന്താ പറയുക വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ സ്കൂളിംഗ്. ഇപ്പൊ നമ്മൾ ക്ലാസ് പോലും ഫ്രം വർക്ക് സ്കൂൾ ക്ലാസ്സിൽ നിന്ന് ഓൺലൈൻ പഠിപ്പിക്കാൻ പറഞ്ഞ ആള് പറയുന്നുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ്. സതീശ്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ കറൻസി വാല്യൂ ഇപ്പം മൂല്യവും വിലയും ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. അത് എങ്ങനെയാണ് ഈ കറൻസി എന്നുള്ള കോൺസെപ്റ്റ് വന്നത് വെച്ചാൽ അത് സ്വർണ്ണത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഇതിൻ്റെ ഒരു കഥയുണ്ട്. ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ പണ്ട് സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്ത സമയത്ത് ആ സ്വർണത്തിൻ്റെ ഒരു ഗ്യാരണ്ടി നോട്ടായിട്ട് ഒരു പേപ്പർ എഴുതി കൊടുത്തിരുന്നു. മനസ്സിലായില്ലേ? ആ ഗ്യാരണ്ടി നോട്ടായി സ്വർണം സൂക്ഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും ഈ അതായത് സ്വർണത്തിൻ്റെ ഒരു കഥ നമ്മൾ പണ്ട് മുതലേ എടുത്ത് നോക്കിയാൽ ഇത് പുഴകളിൽ നിന്നൊക്കെ ചെറിയ കല്ലുകളായിട്ടൊക്കെ കിട്ടിയ കാലം മുതൽ മനുഷ്യനെ ഇത് ഭയങ്കരമായിട്ട് ആകർഷിച്ചിരുന്നു. ഇവൻ്റെ തിളക്കമാണോ എന്താണെന്നറിയത്തില്ല, ഇത് മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു ലോകമാണ്. ലോകത്ത് പലതരം ലോകങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും പരിശുദ്ധമായ ലോകമെന്ന് വിളിക്കാവുന്നത് ഒരു പക്ഷേ സ്വർണ്ണത്തെ ആയിരിക്കും. പക്ഷേ അതിനെ പരിശുദ്ധി കളഞ്ഞാണ് നമ്മൾ ഓർണമെൻറ്റ്സ് ആക്കുന്നത്. അത് വേറെ കാര്യം. അവിടെ നിന്ന് സ്വർണം ഈ തിളങ്ങിയ വസ്തുവിനോടുള്ള ആസക്തി കൂടുകയും
അത് വിനിമയത്തിൻ്റെ ഭാഗമാകുകയും അത് കോയിനാകുകയും ഒക്കെ ചെയ്ത് പിന്നീട് ഈ കോയിൻ സൂക്ഷിക്കുക, സ്വർണം കരുതൽ ധനമായി മാറ്റുക, അല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ഏജൻസി പോലെ ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയും അവിടെ നിന്നാണ് ഈ ബാങ്കിങ് സെഗ്മെൻ്റ് ഒക്കെ തുടങ്ങുന്നത്. അവിടെ സ്വർണം സൂക്ഷിക്കുന്നതിന് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി നോട്ടായി വരികയും ആ ഗ്യാരണ്ടി നോട്ട് തിരിച്ചു കൊടുത്താൽ സ്വർണം കിട്ടുകയും പിന്നെ ഈ ഗ്യാരണ്ടി നോട്ടിനൊരു കോമൺ ഉണ്ടാവുകയും ഈ ഗ്യാരണ്ടി നോട്ട് ഹോൾഡ് ചെയ്താൽ ഇത്രയും സ്വർണ്ണം ഉള്ളിൽ ഉണ്ടാവുകയെന്ന് തിരിച്ചറിയുകയും പിന്നെ അത് കറൻസിയായി കൺവേർട്ട് ചെയ്തപ്പോൾ ഇപ്പം ഇന്ത്യയിൽ ഇപ്പം 100 കോടി രൂപയുടെ കറൻസി അച്ചടിക്കണമെങ്കിൽ 100 കോടി രൂപയുടെ അന്നത്തെ മൂല്യമുള്ള സ്വർണം റിസർവ് ബാങ്കിൽ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഈ കറൻസി അടിക്കാവൂ എന്നുള്ള തലത്തിലേക്കുമൊക്കെ സ്വർണം പരിണമിച്ചു. ഈ സ്വർണം പരിണമിച്ചിട്ട് ഇടക്കാലത്ത് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ കറൻസി അച്ചടിക്കുന്ന ഒരു രീതി അമേരിക്ക മാറ്റി. പക്ഷെ പിന്നെ അമേരിക്ക അതിലേക്ക് തിരിച്ചു വരിക, ഇൻഫ്ലേഷനൊക്കെ വരിക. അല്ല അത് മാറ്റിയല്ലോ, അവരല്ലാണ്ടും അടിച്ചു തുടങ്ങി. അല്ല, അതിനുശേഷം അത് വീണ്ടും ആ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സാധനം. അപ്പോൾ ഇത് മനുഷ്യനെ, സമൂഹത്തെ, ഭരണകൂടത്തെ, യുദ്ധങ്ങളെ, അങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തലം വളരെ നമുക്ക് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നമ്മൾ ഈ കല്യാണ സീസൺ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും വില അങ്ങോട്ട് കൂടിപ്പോവും, കല്യാണങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്ന ചിന്താഗതിയാണ്. അത് ഇതായിട്ട് ഒരു ബന്ധമില്ല, നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്. എങ്ങനെയാണ് ഈ ഗോൾഡ് റേറ്റ് ഫിക്സ് ചെയ്യണത്? അല്ല, അത് നമ്മൾ ഔൺസ് റേറ്റ്, ഗോൾഡിന്റെ ഒരു ഔൺസ് റേറ്റ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 4700 തന്നെ ഓർമ്മ ശരിയാണെങ്കിൽ ആ റേറ്റ് കണക്കൂട്ടിട്ടാണ് റേറ്റ് കണക്ക്. കേരളത്തിൽ ആരാ ഇത് ഫിക്സ് ചെയ്യണേ? നമ്മുടെ അസോസിയേഷനാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അസോസിയേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ അങ്ങനെ അസോസിയേഷൻ ഉണ്ട്. അവിടെ റേറ്റും കാര്യം തീരുമാനിച്ചാണ് റേറ്റ് കൂട്ടി വരുന്നത്. പക്ഷേ പണ്ട് നമുക്ക് റേറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഡോളറും ക്രൂഡ് ഓയിലും എല്ലാം കണക്റ്റഡ് ആയിരുന്നു. ചൂടിടയ്ക്ക് ഡോളർ റേറ്റ് മാറിപ്പോയി. ഇപ്പം എന്ത് സംഭവിച്ചു? യുദ്ധം വരുമ്പോൾ കൂടുന്ന വിരിച്ചാലും ക്രൂഡ് ഓയിലിന്റെ വില ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ട്രേഡിംഗ് എല്ലാം ക്രൂഡ് ഓയിലേക്കായി. അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് വലിച്ചു, ഗോൾഡിന് വലിച്ചു, അപ്പോൾ ഗോൾഡിന്റെ വില കുറഞ്ഞു പോയി. പക്ഷെ ആ വലിയ കൂടുതലിൽ നിന്ന് കുറച്ചല്ല കുറഞ്ഞുള്ളൂ. കഴിഞ്ഞ കാലത്ത് വന്ന ഒരു കാര്യം അത്രയും കുറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ ക്രൂഡ് ഓയിൽ ഭയങ്കരമായിട്ട് കൂടി, ഇപ്പൊ $120 ഇത്രയും കുറഞ്ഞത്. പക്ഷെ വീണ്ടും അത് യുദ്ധം നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഗോൾഡ് തന്നെ വീണ്ടും സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നോക്കുകയാണെങ്കിലും ഗോൾഡിനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് കൂടുതലാണ്. എന്നും സേഫ് ആണ് താനും. ഇതുവരെ തുടക്കം മുതൽ നോക്കിയാലും സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു ഗ്രോത്ത് ഒന്നിനും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പലതിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഷെയർസ് കുറച്ച് ഗോൾഡിൽ, കുറച്ച് ലാൻഡിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്. അല്ലാതെ എല്ലാം കൂടി നമ്മൾ പെട്ടെന്ന് ഷെയർ കൂടി ഇപ്പൊ ചെയ്യരുത്, അല്ല എല്ലാം കൂടി ഗോൾഡ് ചെയ്യരുത്. പാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ ഗോൾഡ് തന്നെ പറയുള്ളൂ. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു തമാശ ചോദിച്ചോട്ടെ. 26 വർഷം മുമ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അന്ന് ഒരുപക്ഷെ മേടിച്ച സ്വർണം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കച്ചവടം ചെയ്തതിനേക്കാൾ കൂടുതൽ ലാഭമൊന്നും ഉണ്ടാവുമായിരുന്നു. ഞാൻ അതല്ല നേരത്തെ എന്നോട് പറഞ്ഞു. ഞാനിപ്പോ 3 കൊല്ലം മുമ്പ് തുടങ്ങിയ ഞാൻ എൻ്റെ ഷോപ്പിൽ, ലാസ്റ്റ് ഷോപ്പിൽ 5000 ഗ്രാമിന് വരുന്നത്. ഇന്നത് 15 ആണെങ്കിൽ ഞാനിപ്പോ എന്റെ മുകളിൽ LIC-കാരാണ് ഇരിക്കുന്നത്. കുറ്റം പറയണല്ല, ഞാൻ അവരോട് തർക്കിക്കാറുണ്ട്. എന്റെ കണ്ടമാനം പോളിസി ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എല്ലാ കൊല്ലം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ പറയും അത് സാറേ അപ്പൊ അതിന്റെ റിസ്ക് കവറേജ് ഒക്കെ തരുന്നില്ല ചോദിക്കുന്നുണ്ട്. ശരിയാണ്, റിസ്ക് കവറേജ് തരുന്നുണ്ട്, വല്ല പറ്റി പോയി കഴിഞ്ഞാൽ. അതർവൈസ് നോക്കുകയാണെങ്കിൽ അവർ റിട്ടേൺസ് ഇതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റണില്ല റിട്ടേൺസ്. എനിക്കിപ്പോൾ ഇപ്പോൾ ഒരു സംശയം ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കച്ചവടം നടന്നില്ല, സാറിൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് അത് കടയിലിരുന്നാലും ഗ്രോത്ത് വരുമോ? ഗ്രോത്ത് വരുന്നു, സ്വാഭാവികമായിട്ട് വരുമല്ലോ. അപ്പോൾ വില കൂടിക്കഴിഞ്ഞാലും ജ്വല്ലറിക്ക് ലാഭമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മൾ പഴയ സ്വർണ്ണമായിരിക്കുമല്ലോ മേടിച്ചേക്കണത്. ഒബ്വിയസ്ലി ഞാനത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സ്റ്റീലിന്റെ കടകളായാലും മെറ്റലിന്റെ അങ്ങനത്തെ മെറ്റലായിട്ട് ബന്ധപ്പെടുന്ന എല്ലാം വില കൂടി പോകുന്ന സ്റ്റോക്കിന്റെ വാല്യൂ എന്തായാലും ഒരു വാല്യൂ അപ്രത്യക്ഷം ഉണ്ട്. നമ്മൾ ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ ബാക്കി ബിസിനസ് പോലെ അല്ല, ഇതൊരു പ്രൊഡക്റ്റ് ആയിട്ട് കയ്യിലിരിക്കുന്നതാണല്ലോ. അതാണ് എനിക്ക് തോന്നുന്നു, ഈ ലോഹ കച്ചവടങ്ങൾ നടത്തിയ ഒരാൾക്ക് നഷ്ടം വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അത് ശരിക്കും നമ്മളതിന് വിഡ്രോ പൈസ നമ്മൾ വേറെ ഡിവൈറ്റ് ചെയ്ത് പോണില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് അതുകൊണ്ടാണ് ആൾ ഇൻവെസ്റ്റ് ശരിക്കും ഇതിന്ന് കച്ചവടത്തിൽ ലാഭം എടുക്കാൻ പറ്റില്ല, അത്രയും കോമ്പറ്റീഷനായി. ഈ വിലകൾ ഇങ്ങനെ കൂടി പോകുന്നതാണ് ആളുകൾ ഇപ്പോഴെങ്കിലും ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോക്ക് കൂട്ടിക്കഴിഞ്ഞാലും ഇതൊരു ലാഭകരമായ ഒരു പ്രോഫിറ്റ് ഉള്ള ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത്. ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷെ അത് ഫ്ലക്ച്വേഷൻ വരാമല്ലോ. അതെ. പിന്നെ എന്തിനാണ് ഈ ലണ്ടൻ ഇടയ്ക്ക് ഈ ഔൺസ് റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണത്? എന്തിനാണ് ലണ്ടൻ വന്നെ, അല്ലെങ്കിൽ ബുള്ളിയൻ മാർക്കറ്റ്? ലണ്ടൻ സ്ഥലത്താണ് ഇതിന്റെ ഓൾറെഡി ഔൺസ് റേറ്റ് ഫിക്സിങ് അവിടെ നിന്ന് വരുന്നത്. നിങ്ങൾ ഗോൾഡ് വാങ്ങുന്നത് എവിടുന്നാ? നമ്മൾ ശരിക്കും നമുക്ക് ബോംബെ മാർക്കറ്റിൽ നമ്മൾ ഹോൾസെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്ക് ബുള്ളിയും മേടിക്കാൻ പറ്റും. തൃശ്ശൂർ മാർക്കറ്റിൽ മാനുഫാക്ചറിംഗ് ഉണ്ട്, നമുക്ക് ഓൺ മാനുഫാക്ചറിംഗ് ഉണ്ട്.
ഈ ബുള്ളിയൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കട്ടി. ട്രിപ്പിൾ നയൻ തങ്കം. അതിന്റെ ഈ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ലണ്ടനിലേക്ക് ഫോക്കസ് ആയത്, അല്ലെങ്കിൽ ലണ്ടൻ മാർക്കറ്റാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അലവൻസ് റേറ്റ് ആണ് അവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അതിന് കമ്പാരിറ്റീവ് ഞാൻ പറഞ്ഞു, ഇപ്പൊ 4700 ആണെങ്കിൽ അതിനോട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ റേറ്റ് തങ്കത്തിന്റെ വില കണക്കൂട്ടി വരുന്നത്. അത് അവർ ആ തങ്കത്തിന്റെ റേറ്റ് കണക്കൂട്ടിയാണ് ബോർഡ് റേറ്റും വരുന്നത്. എനിക്ക് തോന്നുന്നു ബാങ്കുകളൊക്കെ വാങ്ങുന്നത് ലണ്ടനിൽ നിന്നാണ്. ലണ്ടൻ ബേസ്ഡ് ആണ്. 20 വർഷത്തെ മുമ്പുള്ള നമ്മുടെ ജ്വല്ലറി വ്യവസായത്തൊക്കെ ആരംഭിച്ച കാലത്തേക്ക് വരികയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഹബ്ബാണല്ലോ, സ്വർണത്തിൻ്റെ ഒരു ഹബ്ബാണല്ലോ തൃശ്ശൂർ. അവിടെ മാനുഫാക്ചർ ചെയ്ത അവിടെ എന്താണ് ഈ തൃശ്ശൂർ പുത്തമ്പള്ളി കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ ഒരു ഹബ്ബായി മാറിയത്? എങ്ങനെയാണ് ആ കഥ എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാർ കച്ചവടം വന്ന തൃശ്ശൂർക്കാരായതുകൊണ്ടും അവിടെ നിന്ന് പണി തുടങ്ങിയോണ്ടും ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ കയറി വന്ന സ്ഥലമാണ് ശരിക്കും പുത്തമ്പള്ളി വന്നത്. അവിടെ ആദ്യം ഇത്രയധികം ഹോൾസെയിൽസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് അവിടെ ഓരോരുത്തർ റീറ്റെയിൽ ഷോപ്പ് ഇട്ട് തുടങ്ങി. അങ്ങനെ വന്നാണ് അവിടെ തന്നെയാണ് ബേസ് എല്ലാവരും ആ കച്ചവടത്തിൽ ബന്ധപ്പെട്ട് വന്നത്. നമുക്കൊരു ഇപ്പൊ എന്താ പറയാ, ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ IT പാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും, എല്ലാ പിള്ളേരും ഓട്ടോമാറ്റിക്കൽ IT പാർക്കിലേക്കാണ് കണക്ട് ചെയ്ത് കയറി വരുന്നത്. പണ്ട് കാലത്ത് കച്ചവട ഫീൽഡ് വന്നപ്പോൾ സ്വർണ്ണ കച്ചവടം തൃശ്ശൂരായതുകൊണ്ടും എല്ലാ വീടുകളിലും ആരെയും ബന്ധപ്പെട്ട് ഈ ഫീൽഡിൽ ബന്ധപ്പെട്ട് കയറി വന്നിട്ടുണ്ട്. അതങ്ങനെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന തൃശ്ശൂരാണ്. പക്ഷെ ഇന്നിപ്പോൾ കാലിക്കട്ടും സെയിം ഈക്വൽ മാർക്കറ്റ് വന്നുകൊണ്ടൊരു മാർക്കറ്റാണ് കാലിക്കറ്റ് മാർക്കറ്റ്. നമ്മളുടെ മാനുഫാക്ചറിങ് ഒക്കെ എവിടെയാണ്? തൃശ്ശൂർ തൃശ്ശൂരാണ്. തന്നെയാണ്. ഈ എങ്ങനെയാണ് ഇതിന്റെ ഈ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു വ്യാപാര രീതി? എങ്ങനെയാണ് നിങ്ങളുടെ ഈ ലൈറ്റ് വെയിറ്റിൽ എനിക്ക് തോന്നുന്നത് നക്ഷത്രമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മൾ ചെയ്യുന്നത്. ലൈറ്റ് വെസ്റ്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും പ്ലസ് നമ്മളിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ തൃശ്ശൂർ പാറ്റേണിൽ ഹോൾസെയിൽ റേറ്റിലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അത് വന്ന് റേറ്റ് കമ്പയർ അറിയാം. ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും എല്ലായിടത്തും പറയാറുണ്ട്, നമ്മുടെ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് അറിയാൻ പറ്റും. നമ്മുടെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും. ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വിലയുടെ ആണോ സ്വർണ്ണ മേക്കിംഗ് ചാർജിൽ മേക്കിംഗ് ചാർജിൽ? ഈ മേക്കിംഗ് ചാർജ് ആണല്ലോ ജിക്കെ ഈ ജ്വല്ലറികളെ നമുക്ക് ആ കണക്കിൽ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇത് പണ്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇന്നങ്ങനെ വലിയൊരു കണക്ക് വലിയ ഇതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ സ്വർണം ഇപ്പോൾ 1 ഗ്രാം വാങ്ങി വിറ്റാൽ കിട്ടുന്നത് തുച്ഛമായ പൈസയാണ് അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മേക്കിംഗ് പിന്നെ ഭയങ്കര കോമ്പറ്റീവ് റേറ്റ് ആയി. പിന്നെ ഇതിന്റെ ഡിസൈൻസ് മേക്കിംഗ് ചാർജ് അല്ലേ? ആ. അതിലാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇപ്പൊ ഡിഫറൻസ് കേരള വരുന്നത്. ഡിസൈൻസിന് ഒരു മേക്കിംഗ് ചാർജ് ആയിരിക്കും. കേരള ഡിസൈൻസ് മാറി കഴിഞ്ഞാൽ ബംഗാളി ഉണ്ടായിരിക്കും, കൽക്കട്ട ഉണ്ടായിരിക്കും, രാജ്കോട്ട് ഉണ്ടാവും, പിന്നെ ടർക്കിഷ്, ആന്റിക്, ചെട്ടിനാട്, നഗാസ്, അങ്ങനെ പല വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഈ മെഷീൻ എല്ലാം ഇതിൽ വരുന്നതാണ്. പ്ലസ് ഇപ്പൊ 18 കാരറ്റ് നല്ല ട്രെൻഡിങ് ആണ്. 18 കാരറ്റിൽ നന്നായിട്ട് ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ വല്യമ്മമാര് അമ്മാവിമാരൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ വളരെ കുഞ്ഞിലേ കേട്ടിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇവരെവിടെയെങ്കിലും ഒരു മാലയുടെ ഡിസൈൻ കണ്ടാൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആ മാല കടം മേടിക്കും. എന്നിട്ട് കുറച്ച് വീട്ടിലിരിക്കുന്ന പൊട്ടും പൊടിയും സ്വർണ്ണവും ഒക്കെ ആയിട്ട് നേരെ ഒരു തട്ടാനെടുത്തു പോകും. എന്നിട്ട് ഇതുപോലെ മാല പണിത് വേണമെന്ന് തരാൻ പറയും. പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ലേ? അവിടുന്ന് അവർ ഈ മാല എന്നിട്ട് തിരിച്ചു കൊടുത്ത് ഈ തട്ടാൻ ഈ മാല ഉണ്ടാക്കി തരുന്നത് കാത്തിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മളിപ്പം എല്ലാ ഡിസൈനും കടകളിൽ അവൈലബിൾ ആയ സ്ഥലത്തേക്ക് ാണ് അല്ലെങ്കിൽ സ്വർണം ഇന്റർനെറ്റ് മാറി ഇപ്പോഴും ഉണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് അവർ ഡിസൈൻസ് എടുത്ത് കസ്റ്റമേഴ്സ് കണ്ടുപോകാൻ ഡിസൈൻസ് ചോദിക്കുന്ന ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്. വരുന്നുണ്ട്. അല്ല, ഈ നിങ്ങളിപ്പോൾ നിങ്ങൾ ഇതിന്റെ ഡിസൈൻസ് എങ്ങനെയാണ്? ഡിസൈനേഴ്സ് ഉണ്ടോ? ഡിസൈൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇപ്പൊ എല്ലായിടത്തും മാനുഫാക്ചറിലും ഉണ്ട്. ഷോപ്പിൽ വരുമ്പോൾ ഡിസൈനർ എടുത്തിട്ടുണ്ട്. കസ്റ്റമർ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഡിസൈൻ വരച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മാനുഫാക്ചർ കൊടുക്കുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ കൂട്ടല്ലല്ലോ. ഇപ്പോൾ ഒരു ഡിസൈനിലെ മാല നിങ്ങളിപ്പോൾ ഒരു 500 മാല അടിക്കും, അല്ലെങ്കിൽ ഒരു 500 വള അടിക്കും. ഈ ഡിസൈൻ ചില ഡിസൈനിൽ പെടുന്ന മാലകൾ വാങ്ങാൻ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാതാവാറുണ്ടോ? അതോ ഉണ്ടാവാറുണ്ട്. ഡിസൈൻസ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഔട്ട്ഡേറ്റ് ആയി കഴിഞ്ഞാൽ പഴയ പോലെ ഇപ്പൊ നിങ്ങളൊരു കല്യാണത്തിന് പോയാലും കുറെ മാലയിട്ട് കാണുന്ന പാറ്റേൺ ഇപ്പൊ കാണത്തില്ല. കുറെ വള കയ്യിൽ ആരും എടുത്തില്ല. മാക്സിമം 2 മാല 2 വള ആ ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേക ഡിസൈൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്വർണം വീണ്ടും എടുത്തുകൊണ്ട് പോയി ഉരുക്കി വീണ്ടും അതിനകത്ത് വീണ്ടും അടുത്ത് പണിയേണ്ടി വരും. ചെറിയൊരു മേക്കിംഗ് ചാർജ് ലോസ് വരുന്നുണ്ട്. നല്ലത് ചെയ്യാണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് 916നെ പറ്റി എന്താ പറയുക? അതെങ്ങനെയാണ് കീപ്പ് ചെയ്യുക? അത് ഇപ്പം ചില ജ്വല്ലറികളുടെ സ്വർണം ഇവിടെ എടുക്കില്ല എന്നൊക്കെ നമ്മൾ ഒരു കാലത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. കടക്കാർ അസോസിയേഷന്റെ കോമ്പറ്റീഷൻ കാരണം ഞാൻ എന്നും പറയാറുണ്ട്, നിങ്ങൾ ചെറിയ കടയിൽ പോയാലും അല്ല നമ്മുടെ കടയിൽ പോയാലും അല്ലെങ്കിൽ ബ്രാൻഡഡ് കടയിൽ പോയാലും എല്ലാവരുടെ സ്വർണ്ണം ഇപ്പൊ HOD ചെയ്യാണ്ട് വിൽക്കാൻ പറ്റില്ല. അതെന്താണ് ഗവൺമെന്റ് നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HOD മീൻസ് ഒരു യൂണിക് നമ്പർ ആണ്. യൂണിക് നമ്പർ മീൻസ് ഒരു നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ബിസ്ക്കറ്റ് മേടിക്കുകയാണെങ്കിൽ 24 കാരറ്റ് ബിസ്ക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു നമ്പർ ഉണ്ട്. ആ ബിസ്ക്കറ്റ് അവിടെ നിന്ന് കട്ട് ചെയ്ത് 2 പാർട്ടിക്കായിട്ട് കൊടുത്തു. നിങ്ങൾ വരുമ്പോൾ 2 പേര് മാനുഫാക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ ആ ബിസ്ക്കറ്റ് കട്ടി തരണേ. നിങ്ങൾക്ക് 2 പേർക്ക് ആ ബില്ലിൽ ഞാൻ നമ്പർ ഇട്ട് തരണം, ഈ സെയിം നമ്പർ. ഒരു നമ്പർ യൂണിക് നമ്പറാണ്. ആ നമ്പർ വെച്ചിട്ട് വേണം ആ ബില്ല് ഇഷ്യൂ ചെയ്യാനായിട്ട് 2 പേർക്കും. അവിടെ നിങ്ങൾ വീണ്ടും ഓർണമെന്റ് വന്നത് വേറെ കടയ്ക്ക് കൊടുത്തു. അപ്പോഴും നിങ്ങൾ സെയിം നമ്പർ വെച്ച് വേണം ആ ഓർണമെന്റും ഇഷ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഗവൺമെന്റ് ശരിക്കും ഒരു ഓർണമെന്റ് എടുത്ത് ആ നമ്പർ ചെക്ക് ചെയ്ത് ആ നമ്പർ ആ യൂണിക് നമ്പർ ഉണ്ടോ, ആ യൂണിക് നമ്പർ നോക്കിയാൽ അറിയാൻ പറ്റി ഈ ബിസ്ക്കറ്റ് എവിടെ തങ്കം വന്നത്, ആര് മാനുഫാക്ചർ ചെയ്തു, ഏത് കടയിൽ നിന്ന് വിറ്റു. അത്രയും വരെ അവർ ഓൾറെഡി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ശരി, കടക്കാരുടെ അടുത്തും അവർ കൊടുത്തേർന്നു. ഇനി ഈ ഓർണമെന്റ്സ് കസ്റ്റമർ വിൽക്കുമ്പോൾ ഈ നമ്പർ വെച്ച് വേണം വിൽക്കാനായിട്ട് ബില്ലില്. പക്ഷെ അത് ഭയങ്കര ഒരു ഡ്യൂട്ടിയാണ്. അല്ല, കസ്റ്റമർ എങ്ങനെ കസ്റ്റമർ വീണ്ടും കസ്റ്റമറിനെ വിൽക്കുമ്പോൾ കസ്റ്റമറിനെ വിൽക്കുമ്പോൾ ഞങ്ങൾ ആ ബില്ലില്
അപ്ലോഡ് ചെയ്യണം, ശരി സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം, ഇന്ന കസ്റ്റമർക്കാണ് ഈ സാധനം വിറ്റെന്ന് പറഞ്ഞിട്ട്. പിറ്റേന്ന് അപ്പൊ പറഞ്ഞിട്ട്. ഗവൺമെന്റ് അറിയാം ഈ അപ്പൊ product ട്രാക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെയാണ്. ഉണ്ട്. അപ്പൊ ഈ ഓൾഡ് ഗോൾഡ് മേടിക്കുമ്പോൾ എങ്ങനെ ശരിയാവും? അല്ല, ഓൾഡ് ഗോൾഡ് മേടിക്കാൻ ഞങ്ങൾ മേടിച്ച് മെൽറ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അപ്പൊ അതിനൊരു പ്രത്യേക നമ്പർ നിങ്ങൾ ഉണ്ടാവും? അതിനില്ല. ഇല്ല. ഇപ്പൊ ഞാൻ തിരിച്ച് വിൽക്കണ കാര്യത്തിൽ പറഞ്ഞത് already. മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഗവൺമെന്റ് അങ്ങനെ ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഏകദേശം ഒരു വർഷം 800 ടൺ സ്വർണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. എനിക്കൊന്ന് ഇതിന്റെ ഒരു 2 ഇരട്ടിയെങ്കിലും അല്ലാതെ സ്വർണം വന്ന് മറിയുന്നത്. ഈ പക്ഷേ ഈ 800 ടൺ ഇറക്കിയപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ വന്നു വെച്ചാൽ കഴിഞ്ഞ നമുക്ക് ഒരു കൊല്ലം മുമ്പാണ് ഗവൺമെന്റ് 2024 ഈ ടാക്സ് 15 നേരെ 6 ആക്കിയത്. ഉം. അപ്പൊ കുറച്ച് കള്ളക്കടത്തൊക്കെ കുറഞ്ഞായിരുന്നു. ഉം. പക്ഷെ ഇന്നിപ്പോ രാവിലെ നമ്മൾ ഈ നടക്കുന്ന ഇന്റർനെറ്റ് നിന്ന് ആ വീണ്ടും 6 വീണ്ടും 15% ആയി. ഉം. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1200 രൂപ 200 ഗ്രാമിന് വിട്ടിട്ടുണ്ട്. ഗ്രാമിന് കൂടി? ഗ്രാമിന് ഓ ഓക്കെ ഓക്കെ. അത് ടാക്സിന്റെ വ്യത്യാസം കൊണ്ട് ടാക്സ് കൂടിയതാണ്. കൊണ്ട് കൂടിയാണ്. അപ്പൊ 10,000 രൂപ പവന് കൂടി. പവന് കൂടി. ഉം. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1 കിലോ സ്വർണ്ണം നമുക്ക് വേണം ദുബായിൽ നിന്ന് കള്ളക്കടത്തോട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ 1 കിലോമേ ഒരു 16 ലക്ഷം ലാഭമുണ്ട്. വേറെ പണിക്കൊന്നും പോകണ്ട. ഞാൻ പ്രോത്സാഹിപ്പിക്കണല്ല, ഞാൻ മനസ്സിലായി, പറഞ്ഞാണ്. മനസ്സിലായി, 1 മനസ്സിലായി. കിലോ റിയാലിറ്റി അതാണ് പറഞ്ഞാണ്. ആ ഈ റിയാലിറ്റി മീൻസ് അതാണ് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓരോ ഫോംസ് പെട്ടെന്ന് ഒറ്റയടിക്ക് നോട്ട് നിരോധനം നടത്തി. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതിൽ കൂടുതൽ നോട്ട് മാർക്കറ്റിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതേപോലെ ഇപ്പൊ ഇത് ചെയ്തു, എന്തുണ്ടാവും? ഈ കള്ളക്കടത്ത് വീണ്ടും കൂടും. അല്ല, ഇത് ശരിക്കും സ്വർണത്തിന്റെ ഉപയോഗം അല്ലെ വാങ്ങൽ കുറയ്ക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. ചെയ്തായിരുന്നു, പക്ഷെ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഇപ്പൊ ശരിക്കും ബില്യൺ ആക്കാനും കൂടുതൽ ഇനി മാർക്കറ്റ് സെക്കൻഡ്സിന് ആക്കാനടുത്ത് കസ്റ്റമർ തേടാൻ ഞാൻ കാണുന്നത്. ഞാനല്ല, അസോസിയേഷൻ മൊത്തം ഇപ്പൊ അതിന്റെ സ്റ്റേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇത് അല്ല, ഈ പറഞ്ഞു. ഓൾഡ് ഗോൾഡ് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഈ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അതാണ് നമ്മൾ അസോസിയേഷൻ എല്ലായിടത്തും ഗവൺമെന്റ് കൊടുക്കുന്ന ലെറ്റർ അതിലാണ്. അത് ഓൾഡ് ഗോൾഡ് ശരിക്കും നമുക്ക് റിഫൈനിങ് പ്രോസസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറെ ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് ഇതിനകത്തൊരു പ്രോസസ്സ് കൊടുത്ത് പഴയ സ്വർണം മേടിച്ച് ഒരു ഡെപ്പോസിറ്റിൽ വെച്ച് ജനങ്ങൾക്ക് ഒരു പലിശ വരെ കൊടുക്കുകയാണെങ്കിൽ കുറെ ആളുകളുടെ വീട്ടിൽ വെറുതെ സ്വർണ്ണം ഇരിപ്പുണ്ട്, ലോക്കലിൽ ഇരിപ്പുണ്ട് ഉപയോഗിക്കുന്നത്. അത് സ്വർണ്ണമായിട്ട് തന്നെ ബോണ്ടായിട്ട് കൊടുത്ത് അതിന് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ കുറെ ആളുകൾ കൊടുക്കും. ഈ ഗോൾഡ് ഓടി എന്നൊക്കെ പറഞ്ഞ പഴയ ഒരു സ്കീം ഇതിന്റെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു, പക്ഷെ അത് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് എത്തിയിട്ടില്ല. ആർക്കും അതിനെ കുറിച്ച് വലിയ അറിവില്ല. പക്ഷേ ഗോൾഡ് ഇപ്പോഴും നമുക്ക് അത്യാവശ്യം ചിട്ടി പിടിക്കാം, ബാങ്കിൽ ലോൺ വെക്കാം, അങ്ങനെ അത് വെക്കാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞ അല്ലാത്ത അതിൽ കൂടെ റിസർവ്സ് ഉണ്ട് കുറെ ആളുകളിൽ. അത് ശരിക്ക് റീസർക്കിളിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ ലോക്കറുകളുടെ സംവിധാനം ഒന്ന് മാറ്റിയാൽ മതി. അതൊന്ന് കൗണ്ട് ചെയ്തിട്ട് ഇപ്പൊ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണത്തിന്റെ ഒരു 50% ഫണ്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ലോക്കറിന് അങ്ങോട്ട് കാശ് കൊടുക്കും. ഇതിപ്പോ അങ്ങോട്ട് കാശ് കൊടുക്കണം, എന്താണെന്ന് അറിയാൻ മേല വിപ്ലവകരമായ കാര്യമായിരിക്കും വരിക. എന്തെങ്കിലും ഒരു ഫോംസ് കൊണ്ടുവരണം. അപ്പൊ ഇനി സ്വർണത്തിന് വില കൂടാനാണോ കുറയാനാണോ സാധ്യത? അറ്റ് പ്രസന്റ് കൂടാനുള്ള ചാൻസ് എന്തായാലും. ചാൻസ് അല്ല, 3 വർഷം മുമ്പത്തെ 5000 ഇന്ന് 15000 ആണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അതിന്റെ ഒരു പെർസെന്റേജ് കൂടുമോ സാറിന്റെ ഒരു കാൽക്കുലേഷനിൽ? എന്റെ ജീവിതാനുഭവത്തിൽ ഇതുവരെ കൂടിയിട്ടുള്ളൂ. കുറഞ്ഞെങ്കിലും തിരിച്ച് കൂടി ഇങ്ങനെ കൂടി. മനുഷ്യന്റെ ജീവിതാനുഭവത്തിൽ മാത്രമല്ല, ഞാനെനിക്ക് ഈ സ്വർണത്തിന് വില കൂടിയപ്പോൾ ഇങ്ങനെ ഗൂഗിളിലും ഒക്കെ ഈ സ്വർണത്തിന്റെ ചരിത്രം നോക്കിയപ്പോൾ ഇത് കണ്ടെത്തിയ കാലം മുതൽ ഇന്ന് വരെ ഇതിന്റെ കൂടിയിട്ടുള്ളൂ. ഗ്രാഫ് മേപ്പോട്ടേ ഉള്ളൂ. എപ്പോഴെല്ലാവരും കുറഞ്ഞു പറയുമെങ്കിലും പക്ഷെ അല്ലാണ്ട് സേഫറായിട്ട് നിങ്ങൾ എവിടെ ഒരു ട്രേഡിംഗ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ വെക്കും നമ്മൾ ആലോചിച്ച്. അതെ, ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഷെയർ മാർക്കറ്റ് വെക്കണേ പോലും എന്തെങ്കിലും സ്റ്റേറ്റ് മാർക്കറ്റ് അപ്പൊ കുറഞ്ഞു പോകണം. ഷെയർ മാർക്കറ്റിൽ നമ്മൾ എത്രയൊക്കെ ഒക്കെ അത് വേണമെന്നല്ല ഇല്ലെന്നല്ല, പക്ഷേ എപ്പോഴും ആളുകൾക്ക് ഒരു 80% 50% ചാൻസുള്ള സ്ഥലത്താണ് അവരെപ്പോഴും ട്രേഡ് ചെയ്യുള്ളൂ. അതാണ് ഗോൾഡിന്റെ ഒരു സെക്യൂരിറ്റി ഇപ്പോഴും നിൽക്കുന്നത്. ഓൾഡ് ഗോൾഡ് വിൽക്കുന്ന കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ ഒരു കുറേ മാസങ്ങളായിട്ട് ഇപ്പം മൊത്തം ഒരു കുറേ ജൂവലറിക്കാർ, എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ ഗോൾഡ് വിൽക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ, ഞാൻ നക്ഷത്രയുടെ കാര്യമല്ല പറയണത്, ഇത് ഒരാഴ്ച കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ കൊടുത്തു കഴിയുമ്പം ഇത് ഈ പൈസ കിട്ടാൻ കുറേ കാലതാമസം, ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം, അതുപോലെ തന്നെ പാൻ കാർഡ് കൊടുക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന ഒരു സമയമാണല്ലോ ഇപ്പം. അത് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു റിഫോംസ് ആണ്. ഓൾറെഡി പക്ഷെ അതിന് ഈ കാലതാമസം പറഞ്ഞത് എന്തുകൊണ്ടാണ്? ചില സ്ഥലങ്ങൾ 10,000 മേളിൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ ഇനി ക്യാഷ് ആയിട്ട് നമുക്ക് സെയിലും മേടിക്കാൻ പാടില്ല. അത് 14 സെയിലിൽ നമ്മൾ സ്വർണ്ണം ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ 2 ലക്ഷം മേളിൽ ക്യാഷ് മേടിക്കാൻ പാടില്ല. തിരിച്ച് കസ്റ്റമർക്ക് നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്യണമെങ്കിൽ 10,000 മേളിൽ നമ്മൾ ക്യാഷ് കൊടുക്കാൻ പാടില്ല, ചെക്ക് കൊടുക്കാൻ പാടില്ല, ബാങ്ക് ത്രൂ. അതാണ് സ്വർണത്തിന് മാത്രമല്ല എല്ലാ ട്രേഡിനും അത് ബാധകമാണ്. അതൊരു കേസ് അല്ല. എല്ലാ കേസിലും 2 ലക്ഷം ക്യാഷ് എനിക്ക് സ്വർണ്ണമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ട്രാൻസാക്ഷൻസ് 2 ലക്ഷം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ. പിന്നെ നമുക്ക് 2 ലക്ഷം മേളിൽ എന്ത് ട്രാൻസാക്ഷൻ നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. നമ്പർ ഇവിടെ നമുക്ക് ബില്ലടിക്കണം. അത് രണ്ടാമത്തെ കേസ്. പിന്നെ ഞാൻ മനസ്സിലായി പൈസ കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു താമസം ചിലപ്പോൾ ഒരാഴ്ച 3 ദിവസം ഗ്യാപ്പ് വരുന്ന വെച്ചാൽ ഇപ്പോഴത്തെ സെയിൽ ഞാൻ പറഞ്ഞില്ല, വില കൂടിയോണ്ട് കൂടുതലും ക്യാഷ് സെയിലല്ല ഇപ്പൊ നമുക്ക് കടകൾ നടക്കുന്നത്, എല്ലാം എക്സ്ചേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മാറിയിട്ട് നമ്മളൊരു 3 ദിവസം ഗ്യാപ്പ് 4 ദിവസം ഗ്യാപ്പിലാണ് ചെക്ക് കൊടുക്കുന്നത്.
അതായിരിക്കും അതിന്റെ ഒരു അല്ല വേറെ ഇതിപ്പം ഈ വീടുകളിൽ സൂക്ഷിക്കാവുന്ന സ്വർണ്ണങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഒക്കെ സർക്കാർ വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഒരാൾക്ക് ഇത്രേ വെക്കാൻ പറ്റുള്ളൂ? എനിക്ക് അല്ല അത് തോന്നുന്നു ഓൾറെഡി നിയമമുണ്ട് ലേഡീസിന് 650 ഗ്രാം 650 ഗ്രാം ജെന്റ്സിന് ഇത്ര ഗ്രാം അത് ഓൾറെഡി നമ്മൾ ഇന്റർനാഷണൽ നിയമത്തിൽ ഉണ്ട് ഓൾറെഡി അങ്ങനെ നിയമമുണ്ടല്ലേ? നിയമമുണ്ട് ഓൾറെഡി പുരുഷന് 650 ഗ്രാം, കുഴപ്പമില്ല ലേഡി വനിതകൾക്ക് 600 650 ഗ്രാം. പുരുഷന്മാർക്ക് 80 ഗ്രാം ഉണ്ടുള്ളൂ 80 120 ഉണ്ടുള്ളൂ ആ, വേറെ 650 ഗ്രാം എന്ന് പറയുമ്പം വെയിറ്റ് എത്ര? ഏകദേശം വെയിറ്റ് 12 80 പോയിന്റ് മേളിലായില്ലേ ആ, അത് കൂടുതൽ അത് കൂടുതൽ ആര് വെക്കാനാ ആ പുരുഷന്മാർക്ക് പകുതി ഉള്ളൂ. പകുതി താഴെ ഉള്ളൂ അതെന്ത് പരിപാടിയാ? സതീഷിന്റെ കയ്യിൽ കൂടുതൽ സ്വർണ്ണം അല്ല 6 പവനെ വെക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കണം എത്ര കറക്റ്റ് അല്ല അറിയില്ല അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നിയമമുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ദുബായ് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴും പെണ്ണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊണ്ടുവരാം ആണുങ്ങൾക്ക് കുറവ് കൊണ്ടുവരാൻ പാടുള്ളൂ അതാണ് നമ്മുടെ നിയമം ഈ വാങ്ങുന്ന എന്തെങ്കിലും പരിധികളുണ്ടോ? അതിന്റെ സോഴ്സ് കാണിച്ചാൽ മതി എന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ എത്രയും മേടിച്ചോ പക്ഷെ നമ്മുടെ അക്കൗണ്ട് നിങ്ങളുടെ പേരുണ്ടോ അത് നിങ്ങൾ ഐ ടിയിൽ അത് കണക്ക് കാണിച്ചാൽ മതി. കണക്കാണ്. ഈ ഏറ്റവും തമാശയായി തോന്നിയ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ദുബായിൽ നിന്ന് 5 കിലോ സ്വർണവുമായി വരിക, എയർപോർട്ടിൽ ഇത് പിടിച്ചാൽ ഞാൻ ടാക്സ് അടച്ചാൽ മതി എന്നുള്ള ഒരു കൗതുകമുണ്ട്. ഇല്ല അതില്ല ഇതിപ്പോൾ നിയമം മാറിയല്ലേ? ഇപ്പം അത് പെനാൽറ്റി വരും പെനാൽറ്റിയും വരും കേസും വരും പെനാൽറ്റി വരും, കേസും വരും. കേസ് പക്ഷേ ബെയിലബിൾ ഒഫൻസ് ആണ്. അവൈലബിൾ ആയിരുന്നു നേരത്തെ ഇപ്പൊ അതും മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ആ ആ. സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതിപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ആണെങ്കിൽ നമ്മളിപ്പോ ലിക്കർ കൊണ്ടുവരാണെങ്കിൽ 2 ബോട്ടിൽ ലിക്കർ പറ്റുമായിരുന്നു ഉം. ഇന്നിപ്പോ അത് മാറ്റിയല്ലോ അത് മാറ്റിയല്ലേ? അത് മാറ്റി ഉം. 3rd ബോട്ടിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇതായി ഉം, ഉം. അതിന് പെനാൽറ്റി ഭയങ്കര കൂടുതലായി കൊണ്ടുവരാൻ പറ്റില്ല അവർ പിടിച്ചു വെക്കുന്നത് മറ്റേ പിടിച്ചു വയ്ക്കുകയും പെനാൽറ്റി ഇടുകയും ചെയ്യും. പെനാൽറ്റി ഇടുകയും ചെയ്യും. കേരളക്കാർ നേറ്റം പോലെ അല്ല ലൈസൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ കേട്ടല്ലോ. അല്ല അത് നമ്മൾ യു എ ആയിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് നമ്മൾ ലൈസൻസ് എടുത്ത് നമുക്ക് അവിടെ നിന്ന് ചെയ്യാം അത് ചെയ്യാം. അല്ലാണ്ട് അതിൽ നമുക്കൊരു ഗ്രാമം ചെറിയൊരു മാർജിൻ വരുന്നുണ്ട്. എല്ലാവർക്കും ഇല്ല ട്രേഡ് ഇത്ര ടേൺ ഓവർ വേണം. ഇനി നമ്മുടെ നക്ഷത്രയുടെ ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ്സുകാരൊക്കെ അവരുടെ ഭാര്യമാരെ ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ടാക്കിയിടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മാറ്റിയെടുത്തോ, അല്ലെങ്കിൽ തലവേദന ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇത് ഭാര്യനെ സ്വന്തമായി കൂടെ കൂട്ടി അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചെയ്യിച്ച് ഈ ജൂവലറിയുടെ മാർക്കറ്റിങ്ങിലേക്ക് ഇടപെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനവും അത് വളരെ സക്സസ് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ നക്ഷത്രക്കുള്ളത്. എന്താണ് ആ തീരുമാനത്തിൽ സരിത ചേച്ചിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫാമിലി കൂടി ഇൻവോൾവ് ആവണല്ലോ. എന്തായാലും നമ്മുടെ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ആൾ ഇൻവോൾവ് ആവണം. പിന്നെ ആൾക്കാർ പാഷനും ഉണ്ട്. പിന്നെ ജനങ്ങൾ ഇപ്പം ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതൊന്നുകൂടി പറയണം. അല്ല സോഷ്യൽ മീഡിയ ഇത്രയധികം യൂസ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. കാരണം ലിജോ ചേട്ടനാണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനോട് നല്ല ബിസിനസ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത പരസ്യം എടുക്കുന്ന തന്നെ എൻ്റെ വൈഫിനെ വെച്ച് പരസ്യം ഞാൻ വലിയ രീതിയിൽ പരസ്യം ചെയ്യുന്നു. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടാഗ്ലൈൻ തന്നെ എന്താ പറയാ സെലിബ്രിറ്റികളുടെ മുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പല പരസ്യങ്ങൾ അവർ വരും. നമുക്ക് നമ്മുടെ മുഖം മാറ്റാൻ പറ്റില്ലല്ലോ നമ്മുടെ ബ്രാൻഡിന് വേണ്ടി. അപ്പൊ ആ ഒരു ടാഗ്ലൈൻ നമ്മുടെ പരസ്യം റണ്ണിങ് ആണ്, എടുത്ത് ഫൈനൽ ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ തന്നെ ഫാമിലി ലൈനിൽ നിന്ന് വരുമ്പോഴേക്കും ആ ഫേസ് ഫെമിലർ ആകുമ്പോൾ നമുക്ക് വേറെ സെലിബ്രിറ്റിയുടെ ആവശ്യം പറ്റില്ല. സെലിബ്രിറ്റി മീൻസ് ഈ കൊല്ലം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും, അടുത്ത കൊല്ലം ഒരു അടുത്ത ബ്രാൻഡിന് വർക്ക് ചെയ്യും. അപ്പൊ അതാണ് പുതിയൊരു ബിസിനസ് ട്രെൻഡാണ് എല്ലാ ഗ്രൂപ്പും ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല എല്ലാവരും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോബിയാന്ന് തോന്നുന്നു, ബോബി ചെമ്മണ്ണൂരാന്ന് തോന്നുന്നു അതിനൊരു രാമേന്ദ്ര അറ്റ്ലസ് ആദ്യം ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് അന്ന് അത്ര അങ്ങോട്ട് ആൾക്കാരുടെ അങ്ങനെ ഒരാളായതുകൊണ്ട് അങ്ങോട്ട് ഇപ്പൊ ഇത് എല്ലാരും അയപ്പിക്കും. അത് ആളുടെ തുടക്കക്കാരൻ അതിനൊരു ധൈര്യം കാണിച്ചത് ആൾ തന്നെയാണ്. ശരിയാണ്, തർക്കമില്ല. അല്ല ഇത് ഒരു പ്രത്യേക രൂപയ്ക്ക് ഒരു 14,000 രൂപയ്ക്ക് ഒരു സെറ്റ്, 20,000 രൂപയ്ക്ക് ഒരു സെറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ പഴയ പരസ്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് ആ ഗ്രൂപ്പുകൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇതാരാണ് ചെയ്യണേന്നൊക്കെ ഒരു പക്ഷേ ആദ്യ ആളുകൾ നോക്കിയിട്ടുണ്ടാവില്ല. 14,000 രൂപയ്ക്ക് 4 മാലയും സെറ്റും വളയും കിട്ടുമോ, അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ഇത്ര സാധനങ്ങൾ കിട്ടുമോ, അങ്ങനെ പറഞ്ഞൊരു ട്രെൻഡിങ് സാധനങ്ങളാണല്ലോ ആദ്യം പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് ആളുകൾക്ക് ആ വില കുറവുണ്ടെന്ന്, വെയിറ്റ് ഇത്ര കുറവാണെന്ന് അറിയിക്കാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതെ അതെ, അതുപോലെ തന്നെ ഡിസൈനുകൾ പരിചയപ്പെടുത്താനും പറ്റുമായിരുന്നു. അതാണ് സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ഗുണം. നമുക്ക് ഒരു 2 ദിവസം ഒരു വീഡിയോ ഔട്ട് ഉണ്ടാവും, ആളുകൾക്ക് അറിയാൻ പറ്റും, പ്രൊഡക്റ്റ് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു സ്വർണ്ണം എത്ര വില കൂടിയാലും മനുഷ്യന് സ്വർണ്ണമായിട്ടുള്ള ഒരു ആത്മബന്ധം വളരെ വലുതാണ്. ഒരു മലയാളി പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇതൊരു ആത്മവിശ്വാസത്തിൻ്റെ കൂടെ ഘടകമാണ്. കയ്യിലൊരു മാലയുണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര സ്വർണ്ണമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഹെൽത്ത് ഇൻഷുറൻസിനേക്കാൾ, ഒരുപക്ഷെ ഒരു ബാങ്ക് ബാലൻസിനേക്കാൾ സാധാരണ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത്
എനിക്കൊന്ന് ലോകത്ത് ഇത്രയും സ്വർണം സൂക്ഷിക്കുന്ന ആൾക്കാർ മലയാളികളായിരിക്കും അല്ലേ? അത് നമ്മുടെ ഒരു പ്രിവിലേജാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പക്ഷെ ഒരു ആ ഒരു പോഡ്കാസ്റ്റ് ടേസ്റ്റ് പക്ഷെ എനിക്ക് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇല്ല കേട്ടോ. ഇല്ല. ഇന്ന് നമുക്കൊരു 40-50% സെയിൽസ് ശരിക്കും ഡിപ്പ് ഉണ്ട്. അല്ല ഇത്ര ലക്ഷക്കണക്കിന് രൂപ ശരീരത്തിട്ടുകൊണ്ട് പുറത്തിറങ്ങി ശരീരത്തിൽ നടക്കാൻ അത് പറ്റുന്നുണ്ടല്ലോ. പറ്റത്തില്ല. ഓൾറെഡി ഞാൻ ഇപ്പൊ നമ്മൾ 5 പവൻ ചെയിനും കഴുത്തിലിടാണെങ്കിൽ അതിന്റെ വാല്യൂ നോക്കണമെങ്കിൽ 6 ലക്ഷം രൂപയായി. 6 ലക്ഷം രൂപയായി. ശരിക്കും ഒരു ലേഡി പോവാണെങ്കിൽ ഒരു കഴുത്തിൽ 3 പവന്റെ ചെയിൻ, 4 പവന്റെ വളയിട്ട് ഒരു പാസ് ഇട്ട് കഴിഞ്ഞ രൂപ 10 ലക്ഷം വെള്ളമായി. അതെ അതെ അത് ശരിക്കും അത് റിസ്ക് തന്നെയാണ് റിസ്ക് അതിനകത്ത് തന്നെയാണ്. ഒരാള് നടന്നത് 10 ലക്ഷം രൂപയാ പോടെ. പോണത്. പോണെ. അപ്പൊ റിസ്ക് ഉണ്ട് അതിനകത്ത്. ഇപ്പൊ നമ്മളായപ്പോൾ ടൂർ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും സ്വർണ്ണം ഞാൻ വൈഫിനോട് ഇടിപ്പിക്കില്ല വെച്ച് കഴിഞ്ഞാൽ അത്ര റിസ്ക് നമുക്ക് കൂടെ റിസ്ക് കൊണ്ട് നടക്കണ്ടേ. പക്ഷെ ഒരുപക്ഷെ അല്ല ഇത്രയും സ്വർണം വിട്ട് ഭദ്രമായി നടക്കാവുന്ന നാടും നമ്മുടെ ഇതുള്ളൂ. അപ്പൊ അതും റിസ്ക് ഉണ്ട്. ഉം. അപ്പൊ അതൊരു വേറെ വശമുണ്ട്. പക്ഷെ അതിന് പകരമാണ് ഇപ്പൊ നമ്മൾ ലൈറ്റ് വെയിറ്റിലാക്കാൻ ആ ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. ഉം. നേരെ മറിച്ച് ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നമ്മൾ വല്ല ഫംഗ്ഷൻ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നമുക്കതൊരു വെർത്ത് ആയിട്ട് വരും. അല്ല ഇതൊക്കെ ആണെങ്കിൽ തന്നെയും സ്വർണത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് വരുന്നില്ല, മനസ്സിലും വരുന്നില്ല, മാർക്കറ്റിലും വരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഗ്രോത്ത് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഡയമണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ടോ? ഇത്രയും ഗ്രോത്ത് ഒന്നും ഡയമണ്ട്സിന് വരില്ല, വന്നിട്ടില്ല ഇതുവരെ. നാളെ വന്നുകൂടാന്ന് എനിക്കറിയില്ല. അറ്റ് പ്രസന്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട്. ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ സേഫർ സൈഡ് ഗോൾഡ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. ഡയമണ്ട് ഇസ് എ പാഷൻ. എല്ലാവർക്കും ഒരു എന്താ പറയാ, അതൊരു ഇടണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അതിനകത്തേക്ക് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ കമ്പയർ ചെയ്തിടുമ്പോൾ ഉണ്ട് ഒരു ഗുണം അല്ലേ? എന്തായാലും സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സന്തോഷമാണ്. കച്ചവടക്കാർക്ക് അത് എത്രത്തോളം സന്തോഷമാവില്ല. സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന റേറ്റ് എപ്പോഴും നമ്മൾ അങ്ങനെ കൂടുന്ന ഒരിക്കലും പറയില്ല. സ്റ്റഡി ആയിട്ട് കൂടിക്കോട്ടെ, കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു കൊല്ലം വേണമെങ്കിൽ ഒരു ഗ്രാമിന് 100-200 കൂടിയാൽ മതി മാക്സിമം. കൂടിയില്ലെങ്കിലും അതൊരു കച്ചവടം റോളിംഗ് വരണം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ആസ് എ ബിസിനസ്മാൻ നമുക്കത് ടേൺ ഓവർ വേണം. ഈ സ്വർണ്ണത്തിന് 40-50% കുറഞ്ഞു പോകണത്. അപ്പൊ അതിൽ നമുക്ക് റിസ്ക് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ വില കൂടുമ്പം ഓൾഡ് ഗോൾഡ് വിൽപ്പന കൂടുവോ? വിൽപ്പന ചിലവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ക്യാഷ് സെയിൽ ഇപ്പൊ കുറവാണ്. എല്ലാം കൂടുതൽ എക്സ്ചേഞ്ച് സെയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതേപോലെ ആളുകൾ പൈസ കൊടുത്ത് മേടിക്കൽ ട്രെൻഡ് ഇപ്പൊ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു വെഡിങ് പാർട്ടി ആണെങ്കിലും കല്യാണം വരുമ്പോൾ അവർ മാക്സിമം വീട്ടിൽ അമ്മമാരുടെ സ്വർണം 5 പവൻ 8 മാറ്റി ഒരു 2 പവനും കൂടുതൽ ക്യാഷ് കൊടുത്ത് മേടിച്ചാൽ അങ്ങനെയാണ് ഇപ്പൊ ട്രെൻഡ് കാണുന്നത്. ട്രെൻഡ് ഇസ് ഓൾവേസ് ചേഞ്ചിങ്. നമ്മൾ ഇനിയിപ്പോ പുതിയ ജനറേഷൻ പറഞ്ഞു അവര് സ്വർണത്തിന് താല്പര്യവും കുറവാണ്. എന്തായാലും മലയാളി അതിനിട്ടിരിക്കുന്നത് തങ്കമേ എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി. വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്.